പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോയിൽ കേരള PSCയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ചധികം PSC അപ്ഡേറ്റുകളെയും വാർത്തകളെയും കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യത്തെ വാർത്തയിലേക്ക് തന്നെ പോവാം. കേരള PSCയിലേക്ക് പുതിയൊരു തസ്തിക, കേരള പോലീസിന്റെ പുതിയൊരു തസ്തിക വരാനായിട്ട് പോവുകയാണ്. അതിന്റെ പേരാണ് മൗണ്ടഡ് കോൺസ്റ്റബിൾ കേട്ടോ. മൗണ്ടഡ് കോൺസ്റ്റബിൾ എന്ന് പറയുന്ന തസ്തികയുടെ ആദ്യത്തെ വിജ്ഞാപനമാണ് വരാനായിട്ട് പോകുന്നത്. ഇതിലേക്ക് ഒഴിവുകൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് 14 ഒഴിവുകളാണ്. അപ്പോൾ എന്താണ് ഈ മൗണ്ടഡ് കോൺസ്റ്റബിൾ എന്ന് നമുക്ക് ആദ്യം ജസ്റ്റ് ഒന്ന് നോക്കാം. മൗണ്ടഡ് കോൺസ്റ്റബിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുതിരപ്പുറത്ത് പോകുന്ന കോൺസ്റ്റബിൾ. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഈ വൈകുന്നേര സമയങ്ങളിലൊക്കെ നമ്മുടെ കുതിരപ്പുറത്തൊക്കെ പോകുന്ന പോലീസുകാരെ കണ്ടിട്ടില്ലേ, അവരെ പറയുന്ന പേരാണ് മൗണ്ടഡ് കോൺസ്റ്റബിൾ എന്ന് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. മൗണ്ടഡ് കോൺസ്റ്റബിൾ അല്ലെങ്കിൽ മൗണ്ടഡ് പോലീസ് കോൺസ്റ്റബിൾ അല്ലെങ്കിൽ അശ്വാരൂഢ സേനയിലേക്ക് തസ്തികയിലേക്ക് ആദ്യമായിട്ടാണ് നമ്മുടെ കേരള PSCയിലേക്ക് വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുന്നത്. 14 ഒഴിവുകളാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. +2 ജയിച്ചവർക്ക് എന്ന് വെച്ചാൽ +2 ലെവൽ തന്നെയാണ് പരീക്ഷ. +2 ജയം, അതുപോലെ തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാർ അംഗീകാരമുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഹോഴ്സ് ക്ലബിൽ നിന്നോ ഹോഴ്സ് റൈഡിങ്ങിൽ 1 വർഷത്തെ പ്രവൃത്തി പരിചയം അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ്, റൈഡിംഗ് സർട്ടിഫിക്കറ്റ് എന്നിവയാണ് ഇതിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള അടിസ്ഥാന യോഗ്യത. ഹൈറ്റിൻ്റെ കാര്യം പറയുമ്പോഴേക്കും 165 സെൻറ്റിമീറ്റർ ആണ്. നെഞ്ചളവ് 81 സെൻറ്റിമീറ്ററും 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഷൻ എന്നിങ്ങനെയുള്ള നിശ്ചയിച്ചിട്ടുള്ള ഫിസിക്കൽ യോഗ്യതയോട് കൂടിയുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പോലീസിൻ്റെ ഈ ഒരു മൗണ്ടഡ് കോൺസ്റ്റബിൾ എന്ന് പറയുന്ന എക്സാമിനകത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഈ തസ്തികയുടെ 28 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും 14 ഒഴിവുകളൊന്നും അല്ല, 14 ഒഴിവുകളിൽ കൂടുതൽ എന്ത് ചെയ്യും, തീർച്ചയായിട്ടും ഉണ്ടാവും. ഇപ്പോൾ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ച് ഇതിനുള്ള വേക്കൻസീസും കൂടിക്കൊണ്ട് തന്നെ ഇരിക്കും. അപ്പോൾ എന്തായാലും മൗണ്ടഡ് കോൺസ്റ്റബിൾ എന്ന് പറഞ്ഞിട്ട് ഈ അശ്വാരൂഢ സേന, പക്ഷെ അതിലേക്കുള്ള ക്വാളിഫിക്കേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം എന്ന് പറയുന്നത് ഈ ഹോഴ്സ് റൈഡിംഗ് സർട്ടിഫിക്കറ്റ് ആണ്. അത് കേന്ദ്ര സംസ്ഥാന അംഗീകാരമുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് തന്നെ ഹോഴ്സ് റൈഡിംഗ് സർട്ടിഫിക്കറ്റും വേണം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കേരള പോലീസിന്റെ ഈ ഒരു മൗണ്ടഡ് കോൺസ്റ്റബിൾ എന്ന് പറയുന്ന പുതിയൊരു തസ്തികയിലേക്കുള്ള ആദ്യ വിജ്ഞാപനത്തിനകത്ത് പറയാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഇലക്ട്രീഷ്യൻ പോലീസ്, അതുപോലെ തന്നെ ICDSയിലേക്കുള്ള സൂപ്പർവൈസർ ഉൾപ്പെടെയുള്ള 51 തസ്തികയിലേക്കാണ് കേരള PSCയിലെ വിജ്ഞാപനങ്ങൾ വരാനായിട്ട് പോകുന്നത്. ഇതിനകത്ത് പറയുന്നുണ്ട് പ്രധാനപ്പെട്ട വിജ്ഞാപനങ്ങൾ എന്ന് പറഞ്ഞിട്ട് ജനറൽ റിക്രൂട്ട്മെന്റ് സംസ്ഥാന തലത്തിനകത്ത് വരാനായിട്ട് പോകുന്നത് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള ഗവൺമെന്റ് പോളിടെക്നിക്കൽ ലെക്ചറർ, അതുപോലെ തന്നെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് ലെക്ചറർ, ടെക്സ്റ്റൈൽ ടെക്നോളജിയിലേക്കുള്ള ലെക്ചറർ, അങ്ങനെ ഒരുപാട് തസ്തികയിലേക്ക് വരാൻ പോകുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ജനറൽ റിക്രൂട്ട്മെന്റ് ജില്ലാതലവും സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും പ്രധാനപ്പെട്ട ഇതേപോലെയുള്ള ഏതെങ്കിലുമൊക്കെ തസ്തികകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ നോട്ട് ചെയ്ത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വാർത്തയിലേക്ക് തന്നെ പോവാം. അടുത്ത വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ ഹൈസ്കൂൾ ടീച്ചറിന്റെ മാത്തമാറ്റിക്സിൻ്റെക്കുള്ള 5 ജില്ലയിലേക്കുള്ള നിയമന ശുപാർശകളായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലയിലേക്ക് നിലവിലെ ഒഴിവുകൾ 38 ആണ്. കൊല്ലത്തിലേക്കാണെങ്കിൽ 17, പത്തനംതിട്ട 5, ആലപ്പുഴ 8, കോട്ടയം 5, ഇടുക്കിയിലേക്ക് 5, എറണാകുളം 15, തൃശ്ശൂർ 17, പാലക്കാട് 39, മലപ്പുറം 77, കോഴിക്കോട് 3, വയനാട് 8, കണ്ണൂർ 17, കാസർഗോഡ് 4, അങ്ങനെ മൊത്തം ആകെ 258 ഒഴിവുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മുൻ ലിസ്റ്റിലെ നിയമന ശുപാർശ എന്ന് പറയുന്നത് 1060 ആയിരുന്നു. അപ്പോൾ എന്തായാലും ഇതിലും കൂടുതൽ തന്നെ ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ ടൈപ്പിസ്റ്റിൻ്റെക്കുള്ള നമ്മുടെ റാങ്ക് ലിസ്റ്റിലേക്ക് 94 പേർക്കാണ് നിലവിൽ ഇതുവരെ പോയിട്ടുള്ളത്. ഡ്രാഫ്റ്റ് മാനിലേക്ക് 38 പേർ കൂടി നിയമനം പോകുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റേഷൻ ഓഫീസറിന്റെ എക്സാമിന്റെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നായിരുന്നു, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതിന്റെ കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്ന 36.33 മാർക്കാണ്. ഷോർട്ട് ലിസ്റ്റിൽ 181 പേരാണ് അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഫയർ ഓഫീസറിലേക്ക് 16 പേർ കൂടി നിയമന ശുപാർശ പോയിട്ടുണ്ട്. OBC പട്ടിക പുതുക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ PSCയിൽ കഴിഞ്ഞ നമ്മുടെ പ്രിലിമിനറി പരീക്ഷ എന്ന് പറയുമ്പോൾ 10th പ്രിലിമിനറി പരീക്ഷ എഴുതാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ടല്ലോ. എന്ന് പറയുമ്പോൾ നമ്മുടെ ഓഗസ്റ്റ് 5, 19, അതുപോലെ തന്നെ സെപ്റ്റംബർ 9, കഴിഞ്ഞ 9-ാം തീയതി നടത്തിയിട്ടുണ്ടായിരുന്ന പരീക്ഷകളിൽ എഴുതാൻ കഴിയാത്തവർക്ക് കേരള PSC എഴുതാനായിട്ട് അവസരം കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇതിനായിട്ട് PSCയുടെ മേൽവിലാസത്തിൽ എന്ത് ചെയ്യുക, അതിനുള്ള റീസൺ എന്നുവെച്ചാൽ അപ്ഡേറ്റ് പരീക്ഷ എഴുതാൻ പറ്റാത്ത റീസണും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യണം, അതിലേക്ക് അപ്ലൈ ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടും നിങ്ങൾക്ക് പരീക്ഷ എഴുതാനുള്ള അവസരം അടുത്ത ഘട്ടത്തിലേക്ക് എന്ന് പറയുമ്പോൾ അടുത്തിന് വരാൻ പോകുന്നത് 19-ാം തീയതി ആണെന്നാണ് ഇതിൻ്റെ ഓർമ്മ. അപ്പോൾ 19-ാം തീയതി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പരീക്ഷയിലേക്ക് നിങ്ങൾക്ക് പരീക്ഷ എഴുതാനായിട്ട് കഴിയുമെന്നാണ് തോന്നുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഹാൾ ടിക്കറ്റ്, പഴയ ഹാൾ ടിക്കറ്റ് മതിയാവും. പഴയ ഹാൾ ടിക്കറ്റ് കൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതാനായിട്ട് കഴിയും. പക്ഷെ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യണം എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം.
അതുപോലെ തന്നെ 15 പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ മാനേജിംഗ് ഡയറക്ടറിന്റെ നിയമനങ്ങൾ വരുന്നുണ്ട്. പൊതുമേഖലാ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ആദ്യത്തെ വിജ്ഞാപനമാണ്. ഞാൻ ഇന്നാളൊരു വാർത്തയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പൊതുമേഖലാ റിക്രൂട്ട്മെന്റ് ബോർഡ് എന്ന് പറയുന്ന ഒരു സംവിധാനം വരാനായിട്ട് പോവുകയാണ്. അപ്പോൾ പലയിടത്തും ഈ ഒളിഞ്ഞു കിടക്കുന്ന ഒരുപാട് തസ്തികകൾ നമുക്ക് എന്ത് ചെയ്യും, ഉദ്യോഗാർത്ഥികളുടെ മുമ്പിലേക്ക് തുറന്നു കാട്ടുന്ന ഒരു പുതിയൊരു പരിപാടിയാണ് ഈ പൊതുമേഖലാ റിക്രൂട്ട്മെന്റ് ബോർഡ്. എന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ്. ഇതുവരെ പ്രൈവറ്റ് ആയിട്ടും അതുപോലെ തന്നെ ട്രാൻസ്ഫർ വഴിയും പോയിക്കൊണ്ടിരുന്നത്, ഇനി മുതൽ നമുക്ക് പബ്ലിക് സർവീസ് അല്ലെങ്കിൽ PSC അല്ലെങ്കിൽ പൊതുമേഖലാ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ആ ഒരു സഹായത്തോടു കൂടി തന്നെ എക്സാമിനേഷൻസും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് അപ്ലൈ ചെയ്യാനും നമുക്ക് ജോലിയിലേക്ക് കയറാനും സാധിക്കും കേട്ടോ. അപ്പോൾ അതാണിത്, പൊതുമേഖലാ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ആദ്യത്തെ വിജ്ഞാപനം. അതിന്റെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുള്ള 15 മാനേജിംഗ് ഡയറക്ടറിലേക്കുള്ള നിയമനമാണ് ആദ്യമായിട്ട് വരാൻ പോകുന്നത്. ഇതിന്റെ പ്രായപരിധി എന്ന് പറയുന്നത് 45 മുതൽ 62 വയസ്സ് വരെയാണ്. അവസാന തീയതി ഒക്ടോബർ 7 കേട്ടോ. ഇത് മാത്രമല്ല, പൊതുമേഖലാ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ മറ്റു തസ്തികകളിലേക്കുള്ള വിജ്ഞാപനങ്ങൾ കൂടി ഉടനെ വരാനായിട്ട് പോകുന്നുണ്ട്. നിയമനം പൊതുമേഖലാ റിക്രൂട്ട്മെന്റ് ബോർഡിന് വിട്ട സ്ഥാപനങ്ങളിലെ മറ്റു തസ്തികകളിലേക്കുള്ള വിജ്ഞാപനവും ഉടൻ തന്നെ പ്രസിദ്ധീകരിക്കും. വിവിധ തസ്തികകളിലേക്കുള്ള ഒഴിവുകൾ പൊതുമേഖലാ റിക്രൂട്ട്മെന്റ് സ്ഥാപനത്തിന്റെ റിപ്പോർട്ട് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഓൺലൈൻ മുഖേനയാണ് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഒഴിവുകൾ ലഭിക്കുന്ന മുറയ്ക്ക് വിജ്ഞാപനങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് ചെയ്യും. വ്യവസായ വകുപ്പിന് കീഴിലുള്ള 20 പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുള്ള 558 തസ്തികയിലേക്കുള്ള നിയമനങ്ങൾക്കാണ് റിക്രൂട്ട്മെന്റ് ബോർഡ് നടത്തുക. പുതിയ തസ്തികകൾ മലബാർ സിമന്റ്സിലെ 103, അതുപോലെ തന്നെ PSCക്ക് വിടാത്ത ഈ സ്ഥാപനങ്ങളിലേക്കുള്ള നിയമനം ഇതുവരെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വന്തം നിലയിലാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, PSCക്ക് വിടാത്ത ഇത്രയും റിക്രൂട്ട്മെന്റുകളും കാര്യങ്ങളും ഒക്കെ സ്വന്തം നിലയിൽ നടത്തുമ്പോഴത്തേക്കും സ്വജനപക്ഷം എന്ന് പറയുന്ന ഒരു പരിപാടി ഇതിനകത്ത് കയറി വരും. പക്ഷെ പൊതുമേഖലാ റിക്രൂട്ട്മെന്റ് ബോർഡ് വരുമ്പോഴത്തേക്കും കുറച്ചു പേർക്കെങ്കിലും അതൊരു ഉപകാരപ്രദമായിട്ട് മാറും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ എന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ 29 തസ്തികയിലേക്കുള്ള ഷോർട്ട് ലിസ്റ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 4 തസ്തികയിലേക്കുള്ള സാധ്യതാ ലിസ്റ്റ്, ഡിക്ലറേഷൻ ടെസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ ആഴ്ച നടത്തിയിട്ടുണ്ടായിരുന്ന PSC ദിസ് വീക്ക് എന്ന് പറഞ്ഞിട്ട് ഈ ആഴ്ച നടത്തിയിട്ടുണ്ടായിരുന്ന PSC പരീക്ഷ, PSC ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ ഈ ഒരു പേജിനകത്തും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഫയർമാൻ്റെ ക്ലാസ്സുകൾ ചെയ്ത് വരികയാണ്. അപ്പോൾ വളരെ കുറച്ച് പേര് മാത്രമേ ക്ലാസ് ഫോളോ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് ഡെയിലി ക്ലാസ് ഇടാത്തതിൻ്റെ ഒരു റീസണും അത് തന്നെയാണ്. നിങ്ങളിനി പരീക്ഷാ ചൂട് വരുമ്പോഴേ നിങ്ങൾ പഠിക്കുമെന്ന് വെച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബാക്കിയുള്ള സ്പെഷ്യൽ ടോപ്പിക്ക് പഠിക്കുമ്പോൾ അത്രയും എളുപ്പമല്ല ഫയർമാൻ്റെ പഠിക്കാനായിട്ട്. നമ്മൾ മനസ്സിരുത്തി ഒന്ന് ശ്രമിച്ചാൽ മാത്രമേ അത് പഠിക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഞാൻ നിങ്ങൾക്ക് ക്ലാസ് തരാൻ റെഡിയാണ്, പക്ഷെ നിങ്ങളത് എന്ത് ചെയ്യുക, വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താൻ റെഡിയല്ല എന്നുണ്ടെങ്കിൽ പിന്നെ തന്നിട്ട് കാര്യമില്ല. അപ്പോൾ എന്തായാലും ക്ലാസ്സുകൾ നിങ്ങൾ ഫോളോ ചെയ്യുക. LDCയുടെ ക്ലാസ്സുകളും ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ക്ലാസ്സുകളും കാര്യങ്ങളെല്ലാം പ്ലേലിസ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ടാവും. LDC 2024 എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റും ഫയർമാൻ്റെ ഒരു പ്ലേലിസ്റ്റും ഏറ്റവും ടോപ്പിൽ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. കൃത്യമായിട്ട് നിങ്ങൾ ആ പ്ലേലിസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുക, ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ കാണുക. അപ്പോൾ ഇതുപോലുള്ള ക്ലാസ്സുകളും അപ്ഡേറ്റുകളും ഒക്കെ ലഭിക്കുന്നതിനായിട്ട് നോളജ് ഫാക്ടറി PSC എന്ന് പറയുന്ന ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ബാക്കിയുള്ള അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് ടെലഗ്രാം ചാനലിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുത്തേക്കാം. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ക്ലാസ്സൊക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതിലേക്ക് എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.